പുതുതലമുറയിൽ സന്തുഷ്ട ദാമ്പത്യം എന്നത് വിരളമാകുമ്പോൾ 81ാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് 103 വയസ്സുള്ള ഇരട്ടയാർ നാങ്കുതൊട്ടി പി.വി. ആന്റണി എന്ന പാപ്പച്ചനും 98 വയസ്സുള്ള ഭാര്യ ക്ലാരമ്മയും. ചട്ടയും മുണ്ടുമണിഞ്ഞ് ഭർത്താവിന്റെ കയ്യും പിടിച്ച് കുശലങ്ങൾ പറഞ്ഞ് ജീവിത വഴിയിൽ നടന്നു നീങ്ങുന്ന ക്ലാരമ്മയും പാപ്പച്ചനും നാട്ടുകാർക്ക് വേറിട്ട കാഴ്ചയാണ്. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ഇരുവർക്കും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഇരട്ടയാർ നാങ്കുതൊട്ടി സെന്റ് ജോർജ് ദേവാലയത്തിൽ ഫാദർ ജോസഫ് പൗവത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയോടെയാണ് വിവാഹ വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ നിരവധി പേർ പങ്കെടുത്തു. പാപ്പച്ചൻ ചേട്ടനും ക്ലാരമ്മ ചേട്ടത്തിയും ചേർന്ന് കേക്ക് മുറിച്ചു. ഇവരുടെ നാൾവഴികൾ കോർത്തിണക്കി തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ നിർവഹിച്ചു. അതൊരു തൂവല് ഒഴിച്ചിട്ട് പോകുമ്പോഴാണ് എന്ന് പറയാൻ പറ്റും. ഒരു പ്രാവുണ്ടായിരുന്നു, അതിന് തൂവല് വേണം. പാപ്പൻചേട്ടൻ എന്ന് പറയുന്ന ഒരു പ്രാവ് നാഗത്തോട് പ്രദർശിപ്പിച്ചു ഒഴിച്ചിടുന്ന ഒരു തൂവലാണ് ഈ പുസ്തകം. ആ രീതിയിൽ നമ്മൾ നിലപാടുക. പാപ്പൻചേട്ടനെ കുറിച്ച് പറയാവുന്ന ഒരു വാക്ക് ക്രാന്തദർശി. മാർഗദർശി എന്ന പുസ്തകത്തിൻ്റെ പേര് ക്രാന്തദർശി. ക്രാന്തദർശി എന്ന് പറഞ്ഞാൽ കാലത്തിനൊപ്പം ജീവിക്കുകയും കാലത്തിനൊപ്പം കാണുകയും ചെയ്യുന്നവൻ ക്രാന്തദർശി. അതായിരുന്നു പാപ്പച്ചേട്ടൻ ചെയ്തതല്ല. ആ ഓർമ്മയോടുകൂടി ഈ പുസ്തകം നിങ്ങളുടെ മുന്നിൽ പ്രകാശനം ചെയ്യും. ഇരട്ടയാർ പഞ്ചായത്തിന്റെ തുടക്കകാലത്ത് 7 വർഷം പഞ്ചായത്ത് അംഗമായും പലതവണ ഇരട്ടയാർ സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് അംഗമായും പാപ്പച്ചൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ മലനാട് ഭൂവികസന ബാങ്കായ പഴയ പൂവണയ ബാങ്കിന്റെ ബോർഡ് അംഗമായി 1975-80 കാലഘട്ടത്തിൽ എതിരില്ലാതെയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇരട്ടയാർ, നാങ്കുതൊട്ടി, വാഴവര തുടങ്ങിയ പ്രദേശങ്ങളിൽ വികസനത്തിൽ തനതായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം. കൃഷി, പ്രാർത്ഥന, പൊതുപ്രവർത്തനം എന്നിവയായിരുന്നു ഇദ്ദേഹത്തിന് ജീവിതത്തിലെല്ലാം. ഉറ്റ സുഹൃത്തായിരുന്ന കൊല്ലംപറമ്പിൽ മത്തായിയുടെ ഭാര്യ സഹോദരിയായ പൊൻകുന്നം തൊമ്മിത്താഴത്ത് ക്ലാരമ്മയെ 1943 ഫെബ്രുവരി 8-നാണ് ജീവിതസഖിയാക്കിയത്. നാട്ടിലാകെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന അക്കാലത്ത് വിവിധയിടങ്ങളിൽ കൃഷി ചെയ്ത് പാപ്പച്ചൻ മുന്നോട്ടു പോകവെയാണ് വീടിന് തീപിടിച്ച് സർവവും നഷ്ടമായത്. വീണ്ടും ജീവിതം കരുപിടിപ്പിക്കുന്നതിനിടെയാണ് വീട്ടിൽ മോഷണം നടന്നത്. അക്കാലത്താണ് കുടിയേറ്റത്തെക്കുറിച്ച് അറിഞ്ഞ് ഹൈറേഞ്ചിലേക്ക് പോവാൻ ഇവർ തീരുമാനിച്ചത്. എലിക്കുളം ഉണ്ണിമിശിക പള്ളിയിൽ കൈക്കാരനായി പ്രവർത്തിച്ചു വരവെയായിരുന്നു കുടിയേറ്റം. ഹൈറേഞ്ചിൽ എത്തിയ ശേഷവും കൃഷിക്കും പൊതുപ്രവർത്തനത്തിനുമൊപ്പം കുടുംബജീവിതവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇദ്ദേഹം ശ്രമിച്ചു. പൊതുപ്രവർത്തനത്തിൽ ഞാൻ 13ാമത്തെ വയസ്സിൽ കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തു. അന്ന് മുതൽ നാട്ടിലായിരുന്നു രംഗത്ത് പ്രവർത്തിച്ചു. വാർഡ് കമ്മിറ്റിക്ക് കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റി മെമ്പറായി പ്രവർത്തിച്ചു. എനിക്ക് 7ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളു. അതിന് മുന്നോട്ട് പോകാൻ എന്നെ പലരും ക്ഷണിച്ചു. ഞാൻ പറയും എനിക്കത് പറ്റിയത്. എനിക്ക് വിദ്യാഭ്യാസം ഞാൻ ഇവിടെ പ്രവർത്തിക്കുന്നു. ഞാൻ നല്ലപോലെ പ്രവർത്തിച്ചു. പട്ടാനൊക്കെ ഈ പ്രദേശത്തെ പട്ടയം കിട്ടാൻ 4 പ്രാവശ്യം തിരുവനന്തപുരം പോയി. 10 മക്കളും മരുമക്കളും കൊച്ചുമക്കളും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും എല്ലാമായി 84 പേരടങ്ങുന്ന വലിയൊരു കുടുംബത്തിന്റെ കാരണവന്മാരാണിവർ. അനുമോദന യോഗത്തിൽ ഫാദർ വർഗീസ് മണിയമ്പ്രയിൽ, ഫാദർ ഷിബു മായപ്പറപ്പള്ളി, മുൻ MLA തോമസ് ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ഷാജി, ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ജിൻസൺ വർഗി, ജോസുകുട്ടി അരീപ്പറമ്പിൽ, ആനന്ദ് വിളയിൽ, PB ഷാജി, ബേബി പതിപ്പള്ളി, വർഗി പുളിയൻകുന്നേൽ, AK ദേവസ്യ, ത്രേസ്യാമ ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.